لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله وقفا والصلاة والسلام على من لا نبي المصطفى وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ പഠന സീരീസിലാണ് നമ്മളുള്ളത്. സത്യവിശ്വാസികളായ ആളുകൾ സന്തോഷത്തോടുകൂടി വരവേറ്റ പരിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾ കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ അവസാന റമദാനായിരിക്കും ഈ വരുന്നത്. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ള സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ സത്യവിശ്വാസികളായ ആളുകൾ വളരെയധികം കഠിന പ്രയത്നം നടത്തുന്ന സന്ദർഭമാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന പത്തിലാകുമ്പോൾ എങ്ങനെയായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദാ ദഖലൽ അശ്റു, അവസാന പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യാ ലൈലൻ, തൻ്റെ രാത്രികളെ അദ്ദേഹം സജീവമാക്കുമായിരുന്നു. വഅയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബങ്ങളെ അദ്ദേഹം വിളിച്ചുണർത്തുമായിരുന്നു. വജദ്ദ വശദ്ദ മഅ്സറ, അതോടൊപ്പം തന്നെ കഠിനമായി ആരാധനകളിൽ പരിശ്രമിക്കുകയും അരക്കെട്ട് മുറുക്കിയെടുത്തുകൊണ്ട്, അഥവാ കൂടുതലായിട്ട് രാത്രികാലങ്ങൾ സജീവമാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ആരാധനകളിൽ മുഴുകുന്നതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തെയും അദ്ദേഹം വിളിച്ചുണർത്തി ആരാധനകളിൽ സജീവമാക്കുമായിരുന്നു എന്നാണ്. കാരണം ആ അവസാന പത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച ലൈലത്തുൽ ഖദർ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നത് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ ഒരു രാത്രി അതിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ലൈലത്തുൽ ഖദറിൽ നമുക്ക് ആരാധനകളെ കൊണ്ട് സജീവമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 സജീവമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഈമാനോട് കൂടിയിട്ടും വിശ്വാസത്തോടു കൂടിയിട്ടും പ്രതിഫലേച്ഛയോട് കൂടിയിട്ടും നമസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ ആരാധനകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട് സജീവമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈതികാഫുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പള്ളികളിൽ അടയിരുന്നു കൊണ്ട് പള്ളികളിൽ സജീവമായിട്ട് നമസ്കാരത്തിലും ദിക്റുകളിലും മുഴുകിക്കൊണ്ട് നാം നമ്മുടെ അവസാനത്തെ 10 സജീവമാക്കണം. അത് അങ്ങാടികളിൽ
കൂത്താടാനുള്ള ഒരു സന്ദർഭമാക്കിയിട്ട് നമ്മൾ മാറ്റരുത് എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു തആല അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് തന്നെ നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിലെ അവസാനത്തെ 10 നാം ഓരോരുത്തരും ഉള്ളത്. അത് ആരാധനകളിൽ, ദിക്റുകളിൽ, ദുആകളിൽ, ഖുർആൻ പാരായണത്തിൽ സജീവമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.